എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സമാന്തര സർക്യൂട്ടിലെ റെസൊണൻസ് ഫ്രീക്വൻസിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ലക്ഷ്യം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഒരു സമാന്തര LC സർക്യൂട്ടിൽ റെസൊണൻസ് ഫ്രീക്വൻസി അളക്കുക. സർക്യൂട്ടിലെ സമാന്തര റെസൊണൻസ് ഫലങ്ങൾ നിർണ്ണയിക്കുക. ആദ്യം നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസിയെക്കുറിച്ച് ഹ്രസ്വമായി ചർച്ച ചെയ്യാം. റെസൊണൻസ് ഫ്രീക്വൻസി ഹെർട്സിൽ അളക്കുകയും FR എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ട് റിയാക്റ്റീവ് ഘടകങ്ങൾ പരസ്പരം റദ്ദാക്കുന്നതിനാൽ വിതരണ വോൾട്ടേജിനൊപ്പം മൊത്തം സർക്യൂട്ട് കറന്റ് ഇൻ ഫേസ് ആയിരിക്കുമ്പോൾ ഒരു സമാന്തര RLC സർക്യൂട്ടിൽ റെസൊണൻസ് സംഭവിക്കുന്നു. ഒരു AC സർക്യൂട്ടിൽ സംഭവിക്കുന്ന ആവൃത്തിയാണ് റെസൊണൻസ് ഫ്രീക്വൻസി. റെസിസ്റ്റർ R, ഇൻഡക്ടർ L, കപ്പാസിറ്റർ C തുടങ്ങിയ നിഷ്ക്രിയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്യൂട്ട്. യൂണിറ്റി പവർ ഫാക്ടറിൽ റെസൊണൻസ് ഫ്രീക്വൻസി FR സംഭവിക്കും. സാധാരണയായി റെസിസ്റ്ററുകൾ, ഇൻഡക്ടറുകൾ, കപ്പാസിറ്ററുകൾ എന്നിവയിൽ വ്യത്യസ്ത പവർ ഘടകങ്ങൾ സംഭവിക്കുന്നു. യൂണിറ്റി പവർ ഫാക്ടർ റെസിസ്റ്ററിൽ സംഭവിക്കുന്നു. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും യഥാക്രമം ലാഗിംഗ്, ലീഡിംഗ് പവർ ഘടകങ്ങൾ സംഭവിക്കുന്നു. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL, കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC എന്നിവ സന്തുലിതമായിരിക്കുന്നതിലൂടെ റെസൊണൻസ് ഫ്രീക്വൻസി ലഭിക്കും. XL ഈസ് ഈക്വൽ ടു XC, അഥവാ ഒരു നിശ്ചിത ആവൃത്തിയിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL-ഉം കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC-യും തുല്യമാവുകയും പരസ്പരം റദ്ദാക്കുകയും ചെയ്യും. അതിന്റെ ഫലമായി ഒരു യൂണിറ്റ് പവർ ഫാക്ടർ ഉണ്ടാകും. ഹെർട്സിലെ നിശ്ചിത ആവൃത്തിയെ റെസൊണൻസ് ഫ്രീക്വൻസി FR എന്ന് വിളിക്കുന്നു. പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ പരമാവധി പ്രതിരോധം ഉണ്ടാകുന്നു. തൽഫലമായി പാരലൽ റെസൊണൻസിൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര വളരെ കുറവാണ്. പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ നിന്ന് കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും പ്രഭാവം ഇല്ലാതാക്കുന്നതിനാൽ അത് ഒരു ശുദ്ധമായ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു. പാരലൽ റെസൊണൻസ് പല ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് കറന്റ് ആംപ്ലിഫയറുകൾ, ഫിൽട്ടർ സർക്യൂട്ടുകൾ, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറുകൾ, ഇൻഡക്ഷൻ താപീകരണ സംവിധാനങ്ങൾ മുതലായവ. നമുക്കിത് പ്രായോഗികമായി ചർച്ച ചെയ്യാം. സമാന്തര അനുരണന ആവൃത്തിയും സർക്യൂട്ട് കറണ്ടും നിർണ്ണയിക്കുക. ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും മൂല്യങ്ങൾ യഥാക്രമം 40 മില്ലി ഹെർട്സും 0.1 മൈക്രോഫാരഡും ആയിരിക്കട്ടെ. അവയെ പരസ്പരം സമാന്തരമായി ബന്ധിപ്പിക്കുക. 0 മുതൽ 50 മില്ലി ആംപിയർ വരെയുള്ള മൂവിംഗ് അയൺ അമ്മീറ്ററും LED സീരീസായി ബ്രെഡ്ബോർഡ് ഉപയോഗിച്ച് LC പാരലൽ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ LEDകളുടെ ആനോഡ്, കാത്തോഡ് ടെർമിനലുകൾ ബന്ധിപ്പിച്ചിരിക്കണം. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ടിലേക്ക് ഒരു സിഗ്നൽ ജനറേറ്റർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ജനറേറ്റർ ബന്ധിപ്പിക്കുക. ഫംഗ്ഷൻ ജനറേറ്റർ ഓണാക്കി സിഗ്നൽ ഒരു സൈൻ തരംഗത്തിലേക്ക് സജ്ജമാക്കുക. സിഗ്നൽ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് 4 VRMS ആയും ഫ്രീക്വൻസി 1 kHz ആയും സജ്ജമാക്കുക. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഏകദേശം 10 മുതൽ 12 മില്ലി ആംപിയർ ആണെന്നും അതിൽ കൂടുതലല്ലെന്നും ഉറപ്പിക്കുക. എങ്കിൽ നിലവിലെ ഒഴുക്ക് കൂടുതലാണ്. സിഗ്നൽ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ലെവൽ കുറയ്ക്കുക. LEDകളെല്ലാം തിളങ്ങും. ക്രമാനുഗതമായി ഫ്രീക്വൻസി വർദ്ധിപ്പിച്ച് സർക്യൂട്ട് കറണ്ട് ഏറ്റവും കുറവ് വരുന്ന അല്ലെങ്കിൽ LED വളരെയധികം മങ്ങുന്ന അല്ലെങ്കിൽ കെടുന്ന അവസ്ഥയിലുള്ള റെസൊണൻസ് ഫ്രീക്വൻസി റെക്കോർഡ് ചെയ്യുക. ഇതായിരിക്കും പാരലൽ റെസൊണൻസ് സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി. എന്തെന്നാൽ പാരലൽ റെസൊണൻസ് സമയത്ത് ഒരു പാരലൽ LC സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് I മിനിമം ആയിരിക്കും. ഫംഗ്ഷൻ ജനറേറ്ററിൽ 500 ഹെർട്സ് മുതൽ 2 kHz വരെ വ്യത്യസ്ത ആവൃത്തി സജ്ജീകരിക്കുകയും ടാബുലേഷനിലെ കറണ്ട് മൂല്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആവൃത്തിയും കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് പ്രതികരണം അടയാളപ്പെടുത്തുക. LC പാരലൽ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി. ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും മൂല്യങ്ങൾ വ്യത്യസ്ത മൂല്യങ്ങളിലേക്ക് മാറ്റുകയും റെസൊണൻസ് ഫ്രീക്വൻസി അളക്കുകയും ചെയ്യുക. സർക്യൂട്ടിൽ LC പാരലൽ സർക്യൂട്ടിന്റെ പ്രഭാവം നിർണ്ണയിക്കുക. പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി ഉപയോഗിച്ച് ഇൻഡക്ടറിന്റെ അജ്ഞാത മൂല്യം നമുക്ക് കണ്ടെത്താം. അതേ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ ഇൻഡക്ടർ 40 മില്ലി ഹെൻറിക്ക് പകരം അജ്ഞാത ഇൻഡക്ടർ LX ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. ഫംഗ്ഷൻ ജനറേറ്റർ ഓണാക്കുക. ഫംഗ്ഷൻ ജനറേറ്ററിൽ വോൾട്ടേജ് ലെവൽ 4 വോൾട്ടിലും സൈൻ തരംഗ രൂപത്തിലും സജ്ജമാക്കുക. റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ടാകുന്നതുവരെ ആവൃത്തി ക്രമേണ വർദ്ധിപ്പിക്കുകയും റെസൊണൻസ് ഫ്രീക്വൻസിയുടെ കറണ്ട് മൂല്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. റെസൊണൻസ് ഫ്രീക്വൻസി കറണ്ട് ഏറ്റവും കുറഞ്ഞതും LED മങ്ങിയതുമായ പോയിന്റ് തിരിച്ചറിയാൻ കഴിയും. ഫോർമുലയിലെ മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് തുല്യമാണ്. XL ഈസ് ഈക്വൽ ടു XC. X എന്നത് 2πf-ന് തുല്യമാണ്. XL എന്നത് 2πfL എന്നെഴുതാം. XC എന്നത് 1/2πfC എന്നെഴുതാം. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ XC എന്നിങ്ങനെ എഴുതാം. 2πfRL ഈസ് ഈക്വൽ ടു 1/2πfRC. L ഈസ് ഈക്വൽ ടു 1/2πfRL into 2πfRC. L is equal to 1/4π square into
FR സ്ക്വയർ ഇൻറ്റു സി. മുകളിലെ സമവാക്യങ്ങളിലെ മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അജ്ഞാതമായ ഇൻഡക്റ്റൻസിൻ്റെ മൂല്യം കണ്ടെത്താനാകും. ടാസ്ക് 2. 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കിലെ ഊർജ്ജത്തിൻ്റെ അളവ്. ഊർജ്ജം ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു സമയം. E ഈസ് ഈക്വൽ ടു P ഇൻറ്റു T. ഫോർമുല ഉപയോഗിച്ച് പവർ കണക്കാക്കാം. P ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു cos പൈ. T ഈസ് ഈക്വൽ ടു 10 റെവല്യൂഷൻസിലെടുക്കുന്ന സമയം. ഇതിൽ നിന്ന് നമുക്ക് വാട്ട് അവറിൽ ഊർജ്ജം ലഭിക്കും. എനർജി മീറ്റർ കോൺസ്റ്റന്റിൽ നിന്ന് എനർജി കണക്കാക്കുകയും അളന്ന മൂല്യവുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. ഉദാഹരണം, എനർജി മീറ്റർ കോൺസ്റ്റന്റ് 1 കിലോവാട്ട് മണിക്കൂറിൽ 1200 റെവല്യൂഷൻസ് ആണെങ്കിൽ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോവാട്ട് മണിക്കൂർ ഊർജ്ജ ഉപഭോഗത്തിന് എനർജി മീറ്റർ 1200 റെവല്യൂഷൻസ് ഉണ്ടാക്കും എന്നാണ്. ഊർജ്ജ മീറ്റർ ഡിസ്ക് 10 മിനിറ്റിനുള്ളിൽ 100 റെവല്യൂഷനുകൾ കറങ്ങുന്നുവെങ്കിൽ 1 മണിക്കൂർ ഡിസ്ക് 600 തവണ കറങ്ങുന്നു. ഈ മാനദണ്ഡങ്ങൾക്കായുള്ള ഊർജ്ജം കണ്ടെത്താൻ ഫോർമുലയിലെ റെവല്യൂഷനും മീറ്റർ കോൺസ്റ്റന്റുകളും മാറ്റി സ്ഥാപിക്കുക. എനർജി ഈസ് ഈക്വൽ ടു റെവല്യൂഷൻസ് പെർ മീറ്റർ കോൺസ്റ്റന്റ്. ഊർജ്ജം ഈസ് ഈക്വൽ ടു 600/1200 ഈക്വൽ ടു 0.5 കിലോവാട്ട് മണിക്കൂർ അല്ലെങ്കിൽ 500 വാട്ട് മണിക്കൂർ അല്ലെങ്കിൽ പകുതി യൂണിറ്റുകൾ. അതിനാൽ ലോഡ് ഉപയോഗിച്ചുള്ള ഊർജ്ജം 500 വാട്ട് മണിക്കൂറാണ്. ഈ എനർജി മൂല്യം അളന്ന മൂല്യവുമായി താരതമ്യപ്പെടുത്തി അവ ഒന്നു തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. എനർജി മീറ്റർ കോൺസ്റ്റന്റിൽ നിന്ന് എനർജി കണക്കാക്കുകയും അളന്ന മൂല്യങ്ങളുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. ഫോർമുല ഉപയോഗിച്ച് പവർ കണക്കാക്കാം. P ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു cos പൈ. T ഈസ് ഈക്വൽ ടു 10 റെവല്യൂഷൻസിനായി കണക്കാക്കിയ സമയം. ഇതിൽ നിന്ന് നമുക്ക് വാട്ട് അവറിൽ ഊർജ്ജം ലഭിക്കും. 3 ഫേസ് അസന്തുലിതമായ സ്റ്റാർ ബന്ധിത ശൃംഖലയിലെ ഊർജ്ജത്തിൻ്റെ അളവ് നമുക്ക് ചർച്ച ചെയ്യാം. സർക്യൂട്ട് അസന്തുലിതമാക്കുന്നതിന് ഓരോ ഘട്ടത്തിലും ബന്ധിപ്പിച്ചിരിക്കുന്ന വിവിധ വാട്ടേജ് വിളക്കുകൾ ഉപയോഗിച്ച് ഒരു സ്റ്റാർ കണക്ഷൻ ഉണ്ടാക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 60 വാട്ടുകളുള്ള ലാമ്പ് L1 R ഘട്ടത്തിലും L2 200 വാട്ടിലും Y ഘട്ടത്തിലും 40 വാട്ടുകളുള്ള L3 B ഘട്ടത്തിലും ബന്ധിപ്പിക്കട്ടെ. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 2 മൂവിംഗ് അയൺ അമീറ്ററുകൾ ബന്ധിപ്പിക്കുക. ഒന്ന് ഫേസ് കറണ്ട് അളക്കുക, മറ്റൊന്ന് ലൈൻ കറണ്ട് അളക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 2 മൂവിംഗ് വോൾട്ട് മീറ്ററുകൾ ബന്ധിപ്പിക്കുക. ഒന്ന് ഫേസ് വോൾട്ടേജ് അളക്കുക, മറ്റൊന്ന് ലൈൻ വോൾട്ടേജ് അളക്കുക. ഫേസ് വോൾട്ടേജിനുള്ള വോൾട്ട് മീറ്ററിൻ്റെ പരിധി 0 മുതൽ 300 വോൾട്ട് വരെയും ലൈൻ വോൾട്ടേജിന് 0 മുതൽ 500 വോൾട്ട് വരെയുമാണ്. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 2 വാട്ട് മീറ്ററുകൾ ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 3 ഫേസ് എനർജി മീറ്ററും 3 പവർ ഫാക്ടർ മീറ്ററും ബന്ധിപ്പിക്കുക. 4 പോൾ 6 ആംപ് MCB വഴി 3 ഫേസ് പവർ സപ്ലൈയിലേക്ക് മുഴുവൻ സർക്യൂട്ട് ബന്ധിപ്പിച്ച് സ്റ്റാർ കണക്ഷന്റെ പൊതുവായ പോയിന്റ് 3 ഫേസ് വിതരണത്തിന്റെ ന്യൂട്രലുമായി ബന്ധിപ്പിക്കുക. ഫോർ പോൾ 6 ആംപ്സ് MCB വഴി 3 ഫേസ് പവർ സപ്ലൈയിലേക്ക് മുഴുവൻ സർക്യൂട്ടും ബന്ധിപ്പിക്കുക. കൂടാതെ സ്റ്റാർ കണക്ഷന്റെ പൊതു പോയിന്റ് 3 ഫേസ് വിതരണത്തിന്റെ ന്യൂട്രലുമായി ബന്ധിപ്പിക്കുക. MCB ഓണാക്കി ടാബുലേഷനിൽ മീറ്റർ റീഡിംഗുകൾ രേഖപ്പെടുത്തി സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഒന്നുതന്നെയാണെന്നും ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിന്റെ 1.732 മടങ്ങാണെന്നും ഉറപ്പാക്കുക. ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക.
എനർജി മീറ്ററിന്റെ ഡിസ്കിൽ ചുവന്ന അടയാളം ഒരു റഫറൻസായി സൂക്ഷിക്കുന്നതിലൂടെ സ്റ്റോപ്പ് വാച്ച് ഓണാക്കുക. 10 റെവല്യൂഷൻസിനുള്ള സമയം രേഖപ്പെടുത്തുക. ടാബുലേഷനിൽ നിന്ന് അത് ശ്രദ്ധിക്കുക. എനർജി മീറ്റർ ഉപയോഗിച്ചുള്ള ഊർജ്ജം നിർണ്ണയിക്കുകയും ഊർജ്ജ മീറ്റർ സ്ഥിരാങ്കത്തിൽ നിന്ന് കണക്കാക്കിയ മൂല്യങ്ങൾ താരതമ്യം ചെയ്യുകയും ചെയ്യുക. കണ്ടതിന് നന്ദി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.